അവനെൻ്റെ പറയുന്നത് ചാടിപ്പോയി കേട്ടോ. ഏതല്ലേ ഈ ഒരു ഏരിയ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. ഫുള്ളെന്ന് പറഞ്ഞാൽ ഒരു സാധനം അങ്ങോട്ട് കാണത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെമോൺകിഡ്. രാവിലെ പാല് കൊടുക്കാൻ പോയിട്ട് വന്നേക്കുവാണ്. ഉടനെ ക്ലാസ്സൊക്കെ അങ്ങ് താത്തു. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ഓഫ് റോഡ് വീഡിയോ ആണ്. ഞാനും പുറകിൽ, എൻ്റെ തൊട്ട് പുറകിൽ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ അഖിലുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പുഷ്പക്കണ്ടം അണക്കര ആ ഒരു സ്പോട്ടാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓഫ് റോഡല്ല, ജസ്റ്റ് ഈ ഒരു ടൈമിൽ, അതിപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ആ ഒരു മഞ്ഞൊക്കെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പോകുക. സ്ഥലം കുറച്ചുകൂടെ നേരത്തെ വരണ്ടയായിരുന്നു. നമ്മൾ ഇച്ചിരി താമസിച്ച് പോയൊരു 7 മണിയൊക്കെ ആകുമ്പം ഇവിടെ വരണ്ടയായിരുന്നു. പക്ഷെ ഞാൻ വന്ന ആ ഒരു ടൈമിൽ അപ്പുറത്തൊക്കെ കുറച്ചൊക്കെ മഞ്ഞ് കാണാമായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ഇപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഇവിടെ വന്നു, കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ്. അത് ആ കാണുന്നത് ഫുള്ള് തമിഴ്നാടാണ് കേട്ടോ. ആ ഒരു ഈ മലയുടെ താഴേക്ക് ഫുള്ള് തമിഴ്നാട്. അവിടെ വരെ മഞ്ഞ് കയറി കിടക്കുന്ന നോക്കിക്കേ. എനിക്കിത് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഒക്കെ നോക്കിക്കേ, ഇവിടെ ഫുള്ള് ഭയങ്കര വേറൊരു ഫീലാണ് കേട്ടോ. ഇവിടുത്തെ വേറൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന ഒരു സെറ്റപ്പാണ്. നോക്കി ആ ഒരു ഭാഗമൊക്കെ നോക്കി, ആ മലയുടെ കയ്യിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ പോന്നു നോക്കി. നമുക്ക് പോകേണ്ട വഴിയെന്ന് പറയുന്നത് ദേ ഈ ഒരു വഴിയാണ്. എങ്ങനെ കയറി പോകുന്നതാണ് ആലോചിക്കുന്നത്. കാരണം ഇന്നലെ ഒരു മഴയും കൂടെ പെയ്തുകൊണ്ടേ റോഡ് ഫുള്ള് കുളമായിട്ട് കിടക്കുമായിരിക്കും. അവനും എൻ്റെ പുറകെ കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്താവുമെന്ന്. പോയി വഴിയൊക്കെ നോക്കി. എൻ്റെ പൊന്നെ, അവിടെ വലിയൊരു കുഴിയൊക്കെ ഉണ്ട്. അവനെൻ്റെ പറയുന്നത് ചാടിപ്പോയി കേട്ടോ. ഓ മഞ്ഞല്ലേ ഇറങ്ങി കേട്ടോ ഇപ്പോഴത്തേക്ക്. ഇനിയിപ്പോ നീ വരെ കേറുന്നുണ്ടോ? കേറുന്നില്ലേ? ആണോ? ആ അത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ടെറർ വളമായിരുന്നു. ഇത് ഒരു ഇവിടെ മണ്ണൊക്കെ ഈയിടെ വെട്ടിയതാന്ന് തോന്നുന്നു. ആ ഇവിടെ ഇറങ്ങിക്കോ, അല്ലേ അടി കിട്ടും. അതെ, ഈ പാറയൊക്കെ കൂടെ കയറി പോവാം. ഏതില്ലേ? അത് സാരല്ലേ, ഇപ്പൊ ഇതിലേ കയറിപ്പോയില്ലേ. എന്നോനത് അവിടൊക്കെ നോക്കിക്കേ, അടിപൊളിയാട്ടോ. ചെറിയൊരു വ്യൂ, ഇതാണൊരു രക്ഷയില്ലാത്ത വ്യൂ. അത് നോക്കിക്കേ, ഇവിടെ ഫുള്ള് മഞ്ഞ് കയറി. നമ്മൾ ശരിക്കും അതിലേ ഇങ്ങനെയായിരുന്നു വരേണ്ടത്. പിന്നെ പാറ വഴി അങ്ങ് കയറിപ്പോയി. കയറാ, ഇനിയിപ്പം കുറച്ചുകൂടെ മണ്ടയിലേക്ക് കയറി പോവാം. ഓ വഴി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളു കേട്ടോ, വലിയ സീനൊന്നുമില്ല. ഓ പോയില്ല. ഇവിടെ ഈ വളം ഇച്ചിരി സീനാ കേട്ടോ, ഭയങ്കര കയറ്റമായിരുന്നു. എൻ്റെ
അടിയൊന്ന് തട്ടി. ഇവിടെ നിർത്താം. ഇറങ്ങിക്കോ. ഓ ഇവിടെ ഇച്ചിരി സീനാണ് കേട്ടോ. നല്ല കയറ്റവും ഇച്ചിരി സ്കീമാണ് ഇവിടെ. ഓ എൻ്റെ പൊന്നെ, ഇവിടെ കാണുന്ന പോലല്ല കേട്ടോ. നല്ല കയറ്റവും പുല്ലും മഴയും കൂടെ പെയ്ത് കിടക്കണോണ്ട് മൊത്തം നനഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് പുല്ലേലൊന്നും ഗ്രിപ്പ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല. ഓ അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കിക്കേ. ഇതും കൂടെ ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം. എൻ്റെ മോൻ പോരി കാണിച്ചു തരാം കേട്ടോ. വണ്ടി നമ്മളിവിടെ വെച്ചു. ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള് മഞ്ഞ കേട്ടോ. ഫുള്ളെന്ന് പറഞ്ഞാൽ ഒരു സാധനം അങ്ങോട്ട് കാണത്തില്ല. ഈ ഒരു കുറച്ച് മരത്തിൻ്റെ അപ്പുറത്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം നമ്മുടെ മഞ്ഞ് ഇങ്ങനെ കയറി വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യൂ നോക്കിക്കേ. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കാണിച്ചു തരാം. എൻ്റെ ആ ഒരു ഏരിയ നോക്കിയാൽ ഒരു എന്താ പറയുക, ഒരു അട്ടാറൊരു സ്പോട്ടാണ് കേട്ടോ അത്. നോക്കിയാൽ ഫുള്ളിങ്ങനെ മഞ്ഞ് കയറി അതിൻ്റെ അവിടെ കാറ്റാടി സംഭവങ്ങൾ. അതെ അങ്ങ് ആ ഒരു അറ്റത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നല്ല. ഞാൻ ഫോണിലൊരു വീഡിയോയും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ആ ഒരു ഭാഗം ഫുള്ള് മഞ്ഞാണ് കേട്ടോ. അവിടെ മൊത്തം അതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തായിരുന്നു. അത് ഈ ഒരു ഏരിയയിലായിട്ട് അതെ ആ ഒരു വഴി കാണുന്നത് അവിടെ ആയിട്ടാണ്. അപ്പം ആ ഫുള്ള് അത് രാമക്കൽമേട് സൈഡാണ്. അതായത് അത് കുരുവിക്കാനം അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ഭാഗത്തായിട്ട് ഈ മരത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് രാമക്കൽമേട് വരുന്നത്. പക്ഷേ ഇവിടുത്തെ സ്ഥലം കണ്ടോ, ഇത് നോക്കിയേ ഫുള്ള്. നമ്മുടെ അവിടെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. അതായത് നമ്മുടെ ചെറുക്കൻ അവിടെ ഇരിപ്പുണ്ട്. മഞ്ഞിപ്പോൾ ഇങ്ങോട്ട് കയറാൻ തുടങ്ങി കേട്ടോ. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. മഞ്ഞിങ്ങോട്ട് കയറി വരുന്നുണ്ട്. പാവം നടന്ന് ക്ഷീണിച്ച് താഴേന്ന് വന്നു. അയ്യേ ഭയങ്കര ഒരു വേറൊരു വൈബാണ് കേട്ടോ ഇവിടെ. മഞ്ഞിപ്പം നല്ല രീതിക്ക് ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. ആ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ആ ഒരു വ്യൂ ഇപ്പം ഒരു രക്ഷയില്ല. അപ്പോൾ അവനെ കാണിക്കരുതെന്നാണ് അവൻ പറയുന്നത്. ഞാൻ കാണിക്കൂടാ, നിന്നെ കാണിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി. ഡേ കൊച്ചേർക്കട്ടെ. ഇത് നോക്കി. ഓ പാവൻ ക്ഷീണിതനായി മടുത്തോടെ കയറി നടന്ന്. ഓ അവന് എന്തോ കാണിക്കാൻ വന്നതാണ്, പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. നിൽക്കടാ. നോക്കി, ഇത് നോക്കി. ഫുള്ള് അടിച്ചിങ്ങോട്ട് കയറുന്നുണ്ട്. ഇനി എന്തായാലും ഉണ്ടോ? ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വ്യൂ എന്തൊക്കെ പറഞ്ഞാലും രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇപ്പം ഇവിടുത്തെ മറ്റേ നമ്മൾ കറക്റ്റ് മഞ്ഞിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കയറി പോവുക. നമുക്ക് ആ പാറയുടെ മണ്ടയിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. പിന്നെ മണ്ടയിലേക്ക് മൊത്തം ഏലക്കാടാണ് കേട്ടോ. ഇത് എത്ര ഏക്കറാടാ? 30 ഏക്കർ. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥലമാണ് കേട്ടോ. അയ്യോ പുറയിലേക്ക് വാടാ. ഇതിലേ ഇറക്കിക്കൊണ്ട് പോയാലോ? ഇതിലേ അങ്ങ് പോവാം. എങ്ങോട്ടാ പോണ്ടേ? അമ്മച്ചിയെ ഇതില് വഴിയുണ്ടോടാ? ഓക്കെ, നാളെ തൊട്ട് പണി തുടങ്ങിക്കോ, ഒന്നും നോക്കണ്ട. അവനെനിക്ക് നാഷണൽ ഹൈവേ വെട്ടിത്തരാന്ന് പോലും.
ഇറങ്ങിക്കോ. ഇതിൽ നോക്കി ഇറക്കിയില്ലെങ്കിൽ അടി തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കുറച്ച് പതുക്കെയൊക്കെ എടാ ഈ കമ്പൊന്ന് മാറ്റിക്കാടാ. ഓ മുള്ള കേട്ടോ. ഇതിലെ വഴിയൊന്നുമില്ല കേട്ടോ. ഇവൻ എന്നെ പറഞ്ഞ് പറ്റിച്ച് നടക്കുന്ന വഴി കൂടെയൊക്കെയാണേ കൊണ്ടുപോകുന്നേ. അയ്യോ അവിടെ മൊത്തം മുള്ള, എൻ്റെ കാല് മൊത്തം അടിച്ചു പോയി. ഓ മോനെ പൊളി, നല്ല രസമുണ്ട് കേട്ടോ. ഇതിലേക്ക് തിരിച്ച് കയറുമോ ദൈവമേ. ഇത് നല്ല കട്ടിങ് പോലെ വഴി കിടക്കുന്നത്. ശരിക്കും പ്രൈവറ്റ് ഏരിയ കേട്ടോ. അതായത് ഈ മണ്ടയിലേക്ക് ഫുള്ള് ഒരു 30 ഏക്കർ ഫുള്ള് ഏലക്കാടാണ്. അപ്പോഴേക്കും ഈ ഒരു സ്ഥലം ഫുള്ള് ഒറ്റ ഉള്ള സ്ഥലമാണ്. നമുക്ക് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് കയറി വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആരും ഇങ്ങോട്ട് ചോദിക്കുകയും പറയുകയൊന്നും കയറി വരരുത്. എൻ്റെ മോനെ പുള്ളി നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ഒരു വ്യൂവാണ്. തമിഴ്നാടൊക്കെ തെളിയാൻ തുടങ്ങി. പക്ഷെ അവിടെ ഇപ്പോഴും ഒരു മഞ്ഞുണ്ട് കേട്ടോ. അതെ സൂര്യൻ അവിടെ നിൽപ്പുണ്ട്. ഇത് നിൽക്കുന്നു. എൻ്റെ മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ശരിക്കും നമ്മുടെ നാലുമല കേട്ടോ. അതെ ആ കാണുന്നേ അത് നമ്മുടെ നാലുമലയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ താഴെയാണ്. ഈ അഖിലിൻ്റെ വീട് ആ ഒരു ഭാഗത്തായിട്ട് വരും. നമ്മുടെ ആ നെറ്റ് കിട്ടിയേക്കുന്നുണ്ടോ അവിടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു ഏരിയയിലായിട്ട് വരും, ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്പോട്ട്. നോക്കിയാൽ ഫുള്ള് കാറ്റാടി കേട്ടോ. ആ ഒരു ഏരിയ മൊത്തം കാറ്റാടി. അവിടെ ഉണ്ട്, അവിടെ നോക്കി മഞ്ഞ് കയറി കിടക്കുന്നേ. വേറൊരു വൈബാണ് കേട്ടോ. രാവിലെ വരുമ്പം തന്നെ വേറൊരു ഫീലാണ് ഇവിടുത്തെ. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വന്ന വഴി അതിൽ അങ്ങനെ കയറിയാണ് നമ്മൾ പോയത്. ആരും നടന്നൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ മൊട്ടക്കുന്ന് പോലെയാണ് ഇതിരിക്കുന്നത്. പുല്ലെല്ലാം നല്ല ഫുള്ള് ചെത്തി കളഞ്ഞു കേട്ടോ. കത്തിച്ചതാണെന്നാണ് തോന്നുന്നത്. കത്തിച്ചതാണോ? അല്ലല്ലേടാ, ഇപ്പം ഫുള്ള് ഇത് കത്തിച്ചേക്കുന്നതാണ്. കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല വേറൊരു വൈബ്. അങ്ങ് മണ്ട വരെ കത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒന്നും പുല്ലെന്ന് പറയാൻ സാധനമില്ല. ഈ കുറച്ച് മരം ഫുള്ള് വേറൊരു വൈബ്. നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. നോക്കി ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമെന്ന് പറഞ്ഞാൽ പക്ഷേ നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ആ ഒരു വ്യൂ അങ്ങോട്ട് അത് നോക്കി അവിടെ ഭയങ്കര ഒരു വ്യൂ. എനിക്ക് തോന്നുന്നത് ആ ഒരു സൈഡ് മേഘമല ആ സൈഡാണോടാ? മേഘമല ആ ഒരു സൈഡല്ലേ? അപ്പോൾ ആ മേഘമായിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ആ ഒരു സ്ഥലത്താണ് മേഘമല വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ആ കാണുന്നതാണെന്ന് തോന്നുന്നു രാമക്കൽമേട്. ഈ ഒരു ചെറിയൊരു ഇത് കാണുന്നതാണ് രാമക്കൽമേട്. ഈ ഒരു വട്ടത്തിൻ്റെ അത് ഈ മലയുടെ തൊട്ടപ്പുറത്തേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ രാമക്കൽമേട്. നോക്കി ഫുള്ള് മഞ്ഞൊക്കെ കയറി അടിപൊളിയാണ് കേട്ടോ. ആ ഒരു സൈഡിൽ നിന്നാണ് മഞ്ഞിങ്ങനെ കയറി വരുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം തെളിഞ്ഞു ഈ ഒരു സൈഡ്. പക്ഷേ എന്നാലും അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ വേറൊരു എന്താ പറയുന്നത് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കൊള്ളാം, ഒരു രക്ഷയില്ല. ഇവിടെ ഒരു സർവേ കല്ലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കുറച്ചപ്പുറത്തേക്ക്, അതായത് തമിഴ്നാടാണെന്നാണ് പറഞ്ഞത്. തമിഴ്നാടിൻ്റെ സ്ഥലമാണ്. അവിടെ ഒരു സർവേ കല്ലൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാൻ പാടില്ല. പക്ഷേ കൊള്ളാം കേട്ടോ. അവിടെ ഒരു കുളമുണ്ട്. വേറൊരു വൈബ്. ആ ഒരു മല ഫുള്ള് കത്തിച്ചേക്കുന്ന. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട് കമ്പത്തിന്. അതായത് തമിഴ്നാടിന് ഈ വഴിയൊക്കെ നടന്നു പോകുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴും നടന്നു പോകുന്നവരുണ്ട്. കുറച്ച് പക്ഷേ വലിയ ഐഡിയ ഒന്നുമില്ല. ഇല്ല, വണ്ടി ഇരിക്കുന്ന നോക്കി വേറൊരു വൈബിലാണ് വണ്ടി ഇരിക്കുന്നത്. നമ്മൾ 2 മിനിറ്റ് ഇവിടെ നിന്നേ ഉള്ളൂ. അത് നോക്കി ഫുള്ള് മഞ്ഞ് കയറി. ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് പോകുന്നു. പക്ഷെ അത് നോക്കി വേറൊരു വൈബാണ് കേട്ടോ ഫുള്ള്. അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വന്ന് വഴി നോക്കി, വഴി അടിപൊളി കേട്ടോ. അതിൽ അങ്ങനെ ഒരുമാതിരി പാമ്പൊക്കെ പോകുന്ന പോലെ മോനെ. അപ്പോഴേക്കും പക്ഷേ ഇത് നോക്കി 2 മിനിറ്റ് കൊണ്ട് കയറിയതാണ്. ഇപ്പം അവിടുന്ന് ഫുള്ള് കയറിയത് ആ ഒരു മല മൊത്തം ഇപ്പം മാഞ്ഞു പോവും. അടിപൊളിയാണ് കേട്ടോ.
ആ മല ഫുള്ള് മഞ്ഞ് കയറി തുടങ്ങി, മൊത്തം മൂടി കേട്ടോ. നോക്കിയേ, ഇനി ആ അടിഭാഗം കുറച്ചേ ഉള്ളൂ. അടിപൊളിയാ. അതെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. നീ എന്താടാ ചുറ്റി ചുറ്റി കളിക്കുന്നേ? ഇവിടെ അവസാനിപ്പിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ കാണാം. ടിൽ ദെൻ ബൈ ബൈ. എന്നാണ് പറഞ്ഞത്? എന്നാ പറഞ്ഞ്? അപ്പൊ ഇവ പറഞ്ഞത് കേട്ടോ ഗൈസ്? എല്ലാരും കേക്കണം ഗൈസ്. ദേ കാണിക്കുന്ന കണ്ടില്ലേ ഗൈസ്? അപ്പൊ ഇവ പറഞ്ഞു വന്നത് നമ്മള് വീഡിയോ ഇനി എടുക്കത്തില്ലെന്ന്. എടാ കള്ള മാറി, നിന്നെ ഞാൻ ഇട്ട് വയറിലാക്കൂടാ.